ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ വഴുതനങ്ങ കൊണ്ടുള്ള ഒരു ചാറുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി വഴുതനങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയ സാധനങ്ങൾ 3-4 സവോള, ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലി, 2 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് തേങ്ങയും കൂടെ വേണം. ഇനി തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങയൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ സവോളയും പച്ചമുളകും അരിഞ്ഞത് അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് വഴറ്റണം. ഇനി ആ വഴുതനങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലായിടത്തും ഉപ്പ് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കുക. മൂടി വെച്ച് വേവിക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടുന്നതാണ്. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേകണം. അപ്പോൾ 1 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ വഴുതനങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് അരച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും കൂടെ അരച്ചതാണ്. അത് പാകത്തിന് ചാറിൽ നമുക്ക് ഓരോരുത്തരുടെയും പാകം അനുസരിച്ചുള്ള ചാറിന് നമുക്ക് എടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ജാറ് കഴുകി അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കുറിയ പാകത്തിലാണ് എടുക്കുന്നത്. കുറച്ചും കൂടെ ചാറ് വേണമെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ആ പാകത്തിന് എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് വറ്റൽമുളകൊക്കെ ഒന്ന് താളിച്ചിടണം. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അത് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വഴുതനങ്ങ കൊണ്ടുള്ള ചാറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക്